തോറ്റു. ഒന്നാന്തരം പെട്ടിയും ഡ്രസ്സും നിറച്ച് ആട്ടും കാണാൻ കൊണ്ടുവന്ന് പുരട്ടുക. വേറെ ഒന്നും കിട്ടിയില്ലേ നിനക്കൊക്കെ? കാണിച്ചെന്നും പറഞ്ഞു കുസൃതിയോ? കുസൃതിയൊന്നുമല്ല. അതിന്ന് പശുവിന്റെ കുഞ്ഞു വിരിഞ്ഞു വരും പോലും. പശുവിന്റെ കുഞ്ഞോ? ആ, പശുവിന്റെ മുട്ടയാന്നും പറഞ്ഞ. ഇതാര് പറഞ്ഞു കൊടുത്തു? ആരാടി പറ. ചേച്ചി നേരാണോടി മോളെ? ഞാനത് സൂട്ട് കേസിൽ കൊണ്ടുവയ്ക്കാനൊന്നും പറഞ്ഞില്ല. ഓ, ഇതത്ര വലിയ കലാമറ്റി ഒന്നും ആക്കണ്ട. പിന്നെ പുത്തൻ ഡ്രസ്സല്ല ചണ്ടി അഴുക്കം കൊണ്ട് തേച്ചേക്കുന്നേ. ഒന്ന് ചെന്ന് നോക്ക്. ആട്ടും കാട്ടമല്ലേ, അതെങ്ങും പെരളുകയും പറ്റൂല. പാറ്റാവിളിയമാരെ കിടന്നോളും. പോരായെങ്കിൽ ആട്ടും പുഴുക്കാക്കി ഔഷധ ഗുണമുണ്ടെന്നും പറയാറുണ്ട് അല്ലേ? അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്ത് പിള്ളേരെ വളർത്തണം. എങ്കിലല്ലേ നാളെ ഒരു പട്ടിയുടെ ദീടം കൊണ്ടൊന്ന് ഡ്രസ്സിന്റെ ഇടയിൽ ഇടുള്ളൂ. എല്ലാരും ചിരിച്ചോ? ഇനി അത് മുഴുവൻ എടുത്ത് ഒന്നേന്ന് ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് എന്റെ പൊന്നുമക്കള് നല്ല ഡ്രസ് ഇട്ടാ മതി. മക്കളെ ധൃതി പിടിക്കണ്ട. പശുവിന്റെ കുട്ടിയെ അമ്മൂമ്മ കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾ പോണേന് മുമ്പ് ശരിയാക്കാൻ അമ്മൂമ്മ തള്ളപ്പശുവിനോട് പറയാം കേട്ടോ. അമ്മൂമ്മയുടെ പിറന്നാളിന് മുമ്പ് എന്തായാലും കുട്ടിയെ തരുമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. എനിക്കതങ്ങ് ഇഷ്ടമായി. സത്യത്തിലാ നേരത്തെ അമ്പിയമ്മയുടെ കാല് കണ്ട് പൂവിട്ട് തൊഴാൻ തോന്നി. പിന്നെന്താ അങ്ങനെയെങ്കിലും ചെയ്യാഞ്ഞേ? മദറിലായ എപ്പോഴേ കയറി മണിയടിക്കാണെന്ന് മറ്റോ എല്ലാവർക്കും തോന്നിയാലോ? ഒന്നൂടെ വേണ്ട. കഴിഞ്ഞ വെക്കേഷൻ ആയിരുന്നു കാഞ്ഞു പോയത്. ഷീന് വരുമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ഇങ്ങ് വന്നു. കാത്തു നൊടുവിലിതാ നാളുമാരുടെ നീട്ടിപ്പിടിച്ചൊരു കത്ത്. വരുന്നില്ല എന്ന്. എനിക്കെന്നോടെ ഒരു അരിശം. കത്ത് വന്നെന്ന് പറഞ്ഞ് പിറ്റേന്ന് സ്ഥലം വിടാനൊക്കൂ? അമ്മമ്മ വിടൂ? എന്തായാലും തോന്നില്ലേ? എന്നിട്ട് എന്താ ചെയ്തേ? പിറ്റേന്ന് തന്നെ സ്ഥലം വിട്ടു. ഒറ്റ മുങ്ങല്. എനിക്ക് വേണ്ട സ്റ്റൈല് കാണുമ്പോഴാ. എന്ത് സ്റ്റൈല്? പാവം കുട്ടി. എന്ത് പാവം? എന്തായി പാവം എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാ നൈസ്, അത്രേ ഉള്ളൂ. That's exactly what I'm asking. What's so nice about this? അമ്മ വിളിക്കുന്നു. അമ്മ എന്ന് പറയുമ്പോ അമ്മയോ എന്റെ അമ്മയോ? ഷിനുവിന്റെ അമ്മ. ചീത്ത പറയാനായിരിക്കും. അതെ. See her joy of the whole episode. എന്ത് ചേ? If you have some soft corner towards her, please don't try to show it's uglier in my presence. എന്നെ എവിടെയും കണ്ടില്ല എന്നൊന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ? അങ്ങനെ പറയാം. നീ എന്താ കുട്ടി വിചാരിച്ചിരിക്കുന്നേ? അവൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ അസലായിട്ട് മനസ്സിലാവും. പിന്നെ പ്രീ ഡിഗ്രി പാസ്സായിരിക്കുന്ന പെണ്ണ. SSLC വരെ പഠിച്ച അമ്മമാരുടെ കോൺവെന്റില്ല. എന്നേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. നല്ല ചേസ്റ്റ് ഇംഗ്ലീഷ്. കള്ളം. കള്ളമല്ല. ഏയ്, Ammini, could you follow us? Could you follow what we were talking? Yes, I could. Everything? Every word. ദൈവമേ, ഞാനും മീനും കൂടി എന്തൊക്കെയാ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിരിക്കുന്നേ? അങ്ങനെ ചോദിച്ചാലിപ്പോ എന്തിനാ നമ്മളെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നത്? സ്വന്തം കുട്ടികളെ നല്ല നിലയിലാക്കി എടുക്കാൻ, നല്ല രീതിയിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വേണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ എന്റെ പ്രോഗ്രാം പറയുക. ഫ്ലാറ്റ് ശരിയായാലുടനെ ബിന്ദു കുട്ടികളെയും കൊണ്ടിഞ്ഞു പോരും, അവളുടെ ജോലിയും കളഞ്ഞിട്ട്. എനിക്കും ഏറിയാൽ 1-2 കൊല്ലത്തിനുള്ളിൽ പോരേണ്ടി വരും. ബാംഗ്ലൂരിലാണെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ലൈനും തുടങ്ങി സ്വസ്ഥമായിട്ടിരിക്കാം. ഇവിടെ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ലൈനൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് കഴിയാം. അപ്പൊ പിള്ളേരെ പഠിത്തം? ഞാനും നീയും ഒക്കെ പഠിച്ച സ്കൂളുകൾ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. അതും കുറെ കൂടെ ബെറ്റർ കണ്ടീഷൻ. ചേട്ടൻ എത്ര സില്ലിയായിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങിയാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ചേട്ടന്റെ കുട്ടികളെ ഇവിടെ നിർത്തി പഠിപ്പിക്കാത്ത എന്താ? അവരുടെ തള്ളയ്ക്കും തന്തയ്ക്കും ജോലി ബാംബെയിലായതുകൊണ്ട്. എന്നാൽ ഈ പിള്ളേരുടെ തന്തയും തള്ളയും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമില്ല. പിന്നെ നമ്മുടെ കാലത്തെ പഠിത്തമല്ല ഇപ്പോഴത്തെ പഠിത്തം.
കോമ്പറ്റീഷന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. നിനക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോണം. എനിക്കാകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. അമ്മയുടെ പിറന്നാൾ കഴിയുന്നത് വരെ ഇക്കാര്യം ആരും എടുത്തിടാതെ ഒന്ന് നോക്കിയാൽ തരക്കെടില്ല. അതുവരെയെങ്കിലും അവരൊന്ന് ഹാപ്പി ആയിട്ട് നടന്നോട്ടെ. ഇന്നലെയും കൂടെ എന്നോട് പറയായിരുന്നു, എല്ലാരും കൂടെ ഒത്തുകൂടിയ ഇതുപോലൊരു പിറന്നാള് 6-7 കൊല്ലം മുമ്പായിരുന്നത്. Hey, Shinu. Hey, Shinu. What, man? Hi. ഉറങ്ങിയില്ല, മറ്റുള്ളവർ ഉറങ്ങായിട്ട് സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അമ്മമ്മയുടെ പിറന്നാളിന് മുമ്പ് അവള് ക്രാവിനെ തരുമെന്ന്. അവക്കറിയാം. പശുവിന്റെ കുട്ടി എനിക്ക് തുടരുത് തുടരുത്, എനിക്ക് കുഞ്ഞാ. അമ്മമ്മ കാണിച്ചു തരാം. വാ, കണ്ട കുഞ്ഞുമാവ പാല് കുടിക്കുന്നുണ്ട. ഞാൻ ഈ കുട്ടിയുടെ ജന്മനാളാണ് ഇന്ന്, അല്ലേ? ആ, ചേച്ചിയോ? ഞാനും നിന്റെ നാള് പറഞ്ഞ ഒരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ അമ്മണി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചേച്ചി ഇന്ന് കൊടുത്തു കാണുമെന്ന്. ഗോപനും പിള്ളേരും ഒക്കെ വന്നു, അല്ലേ? വന്നു ചേച്ചി. കൊച്ചുങ്ങളെ എല്ലാം വിളിച്ചോണ്ട് ഞാൻ ഇന്ന് സന്ധ്യപാട് അങ്ങോട്ട് വരാം. ഓ, നീ വരുന്നു. എപ്പോഴും ഈ വരുന്നു എന്ന് പറയുന്നതല്ലാതെ. ഇന്ന് എന്തായാലും വരാൻ ചേച്ചി. ചേച്ചി ഉണ്ണാൻ വരുമല്ലോ. നീ ബോംബെക്കോ മറ്റോ പോകാൻ പോവുകയാണോ? ഞാനോ? ആ, ആരോ അവിടെ പറഞ്ഞ പോലെ. ഞാനിപ്പോ എന്തിനാ ബോംബെ പോന്നേ? നാരായണൻകുട്ടിയും കൊച്ചുങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അവൻ പോകുമ്പോ? ഓ, ഞാനൊന്നുമില്ല. ഒരിക്കൽ പോയി നിന്നതേ മതിയായി. ഷോ, അവന് ചിലപ്പോ അങ്ങനെ ഒരു ആശ കാണും. അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. നീ കേട്ടില്ല? ആ, സ്വല്പം താമസിച്ചു പോയി. സാരമില്ല. ഞങ്ങൾ 2 മണി വരെ കാത്തു, പിന്നെ അങ്ങ് ഉണ്ടു. ഛേ,
അത് വേണ്ടായിരുന്നല്ലോ. ഞങ്ങളെയൊന്നും ആരും ഒരിടത്തും സമയത്ത് പ്രതീക്ഷിക്കാറില്ല. 100 ഓട്ടമല്ലേ? ആ വേണു ഉണ്ടായിരുന്നില്ലേ? അവൻ പറഞ്ഞില്ലേ? അവനാ പറഞ്ഞത് അളിയൻ എന്തായാലും ഉണ്ണാനിങ് എത്തുമെന്ന്. അതിനെന്താ, ഇനിയിപ്പോ ഉണ്ടാവല്ലോ. ആഹാ, പണിക്കരോ? നല്ല പുള്ളി. ഇങ്ങനാണോ സമയത്തിന് വരുന്നേ? അയ്യോ മീനെ ശകാരിക്കരുത്. നടന്ന് ഞാൻ പറയാം. ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വരികയാണല്ലോ. അപ്പോ ഞാൻ കൂട്ടത്തിലൊരു പ്രോഗ്രാം കൂടി ഇട്ടു. ഇവിടെ TB-യിൽ വെച്ച് മിനിസ്റ്ററുമായിട്ടൊരു ഡിസ്കഷൻ. പാർട്ടിയുടെ അതിന് അളിയൻ അവിടെയെങ്കിലും ഒരു സൗകര്യം കിട്ടിയില്ലേ? സൗകര്യത്തിന്റെ അല്ല, ഇത് സ്വല്പം ടോപ്പ് സീക്രട്ടാ. ഇവിടെ ആവുമ്പോ പത്രക്കാർ മണത്തറിയുന്ന പ്രശ്നവുമില്ലല്ലോ. എന്നിട്ട് അതെങ്കിലും നേരത്തെ നടന്നോ? നടന്നു. പിന്നെ നടക്കാതെങ്ങനെയാ? പക്ഷേ അങ്ങനെ വരാൻ കുറെ വൈകി. വടക്കുന്ന് ടൂറും കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു പുള്ളി. വഴിയിലെന്തോ ആറുമുട്ടലോ. മന്ത്രി അളിയനും കൂടെ ചേർന്ന് മന്ത്രിസഭയുടെ കാല് വാരിയോ? വാരിയില്ല. പക്ഷെ ഞങ്ങൾ 2 ഡിമാൻഡ് വയ്ക്കുന്നുണ്ട്. അത് നടന്നില്ലേ ചിലപ്പോ സംഗതി ഇങ്ങ് മൂട്ടിപ്പിടിച്ചിടും. വാ, വല്ലതും കഴിച്ചോണ്ടിരിക്കാം. കുഞ്ഞിനി പഠിക്കാൻ എടുക്കാനൊന്നും നിൽക്കണ്ട. അച്ഛനോട് പറഞ്ഞിട്ട് ഏതെങ്കിലും മന്ത്രി ഇടപാടിയത് കൊള്ളാവുന്ന ഏതെങ്കിലും ഏജൻസിയുടെ. ഇപ്പോ ഏജന്റുമാർക്ക് എല്ലായിടത്തും കോള്. പുള്ളിയോട് പറഞ്ഞിട്ടോ? അതിന് അച്ഛൻ പറഞ്ഞാൽ ഏത് മന്ത്രിയാ കേൾക്കുന്നേ? ഇതൊക്കെ വെറും പുളുവല്ലേ. പുള്ളി ഇന്ന് മന്ത്രിയും കണ്ടിട്ടില്ല, ടിവിയിലും കണ്ടിട്ടില്ല. പിന്നെ അവിടെ ഇതുപോലെ കേസൊന്നും ഇല്ലാത്ത 3-4 വക്കീലന്മാരുണ്ട്. എല്ലാവരുടെ കാലത്തെ കുത്തിയിരുന്ന് റമ്മി കളിച്ചു കാണും, അത്ര തന്നെ. പോയ കൊല്ലം പിറന്നാളിന്റെ തലേ ദിവസമാ കൊളപ്പരയുടെ മതിലിടിഞ്ഞു വീണത്. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം മുഴുവനും വീഴ്ച ഉളുക്കുമായിരുന്നു. അതിന്റെ മുമ്പലത്തെ കൊല്ലമാ അറയ്ക്കകത്ത് പാമ്പിനെ കണ്ടത്. അത്തവണ അമ്മണിക്കൊരു കൊത്ത് കിട്ടി. മാലിനി മരിക്കുന്നതിന് മുമ്പത്തെ കൊല്ലം ഇതുപോലെ എന്റെ പിറന്നാളിന്റെ തലേന്ന് 3 തെങ്ങ് ഒന്നിച്ചിടി വീണ് കത്തി. അപ്പോ പശു പ്രസവിച്ച ലക്ഷണം വെച്ച് നോക്കിയാ ഇക്കൊല്ലം ഇവക്ക് എപ്പോഴും കളിയാ. പശു പറഞ്ഞത് എനിക്ക് ഏതാണ്ട് നല്ലത് വരുത്താനാ. ഓ, ഇനി എനിക്ക് എന്തോന്ന് നല്ലത് വരാൻ. വല്ല നിധിയോ മറ്റോ കിട്ടാനായിരിക്കും. നിധി കിട്ടിയാ പാതി ഞങ്ങൾക്ക് ഇങ്ങ് തരണേ അമ്മേ. ബിന്ദുവിനിപ്പോ കിട്ടിയില്ലേലും കുഴപ്പമില്ല. നിധി കിട്ടുന്നതല്ലേലും അമ്മയ്ക്കൊരു നല്ല ചേഞ്ച് വരാൻ പോണുണ്ട് ഉടനെ തന്നെ. മോനായിട്ട് നേരിട്ട് പറയാൻ വച്ചേക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്നറിഞ്ഞാ ചിലപ്പോ പിണങ്ങും പുള്ളി. അതെന്തോന്ന്? അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്കുള്ള അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പോവുക. എനിക്കെന്തോന്ന് അലച്ചില്? അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. എനിക്ക് എന്റെ ആരോഗ്യത്തിനോ ഒരു കുഴപ്പവും ഇല്ല. ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. ഉണ്ടോന്നുള്ളതല്ല, അമ്മയ്ക്കതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയൊരു സെന്റർ നോക്കി അങ്ങോട്ടങ്ങ് മാറും. മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആകുമ്പോ കാണണം ചിലരൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടുവന്ന് കാണിക്കാൻ പോവുക. എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയില്ല. വെറുതെ ഇരിക്കുക. വെറുതെ ഇരുന്നിട്ട്? വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രെയർ ഉണ്ട്, എക്സർസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ 10 ദിവസം ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീട്. അമ്മ അത്തരം സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ല. അവിടെ പിന്നെ ആടാം പാടാം അങ്ങനെയും കൂടെയൊക്കെ ഉണ്ട്. അയ്യോ അമ്മ, ഇത് സ്വർഗലോകമല്ല. ഇതിന്റെ പേര് ശരണാലയം. ആ ശരണാലയം. ഈ ആഴ്ച തന്നെ അമ്മ അവിടെ ഒരു ദിവസം കൊണ്ട് കാണിക്കാൻ ഇരിക്കുവാ ചേട്ടൻ. എന്തിന്? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോന്നറിയാൻ. ഇഷ്ടപ്പെടാതിരിക്കുകയല്ല, ഇഷ്ടമായില്ലേൽ കണ്ടിട്ടിങ്ങ് പോരാ. ഇഷ്ടമായാല് അതൊക്കെ അമ്മയുടെ മോൻ പറയും. അമ്മ പോയെന്ന് കണ്ടു നോക്ക്. അതായത് അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാറാം, വേണ്ട എങ്കിൽ വേണ്ട. അവിടെ ഒരു സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അമ്മ ഒറ്റയ്ക്ക് ഈ പഴയ വീട്ടില് ശരിയായിട്ടൊരു തുണയും സഹായവും ഇല്ലാതെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാം സ്വല്പം ടെൻഷനുണ്ട്. അന്ന് തന്നെ ഇതുപോലെ ഒറ്റയ്ക്കൊരു വീട്ടിൽ കഴിഞ്ഞ ഏതോ പ്രായമായ സ്ത്രീയെ ആരോ കൊന്നുവെന്ന് പത്രത്തിൽ കണ്ടിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ച ദുരിതം ഓർമ്മയില്ലേ? രാത്രി ഫോൺ വന്നത്. എനിക്കിവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ വലിയ ബദ്ധപ്പാടും അധ്വാനവും ഒന്നുമില്ല. അതുണ്ടോന്ന് അറിയണമെങ്കിൽ അമ്മ ആദ്യം സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ഒന്ന് ഇരുന്ന് നോക്കണമല്ലോ. സത്യത്തിൽ അമ്മയ്ക്ക് ഇപ്പൊ ഇത്രയും പ്രാരാബ്ധങ്ങൾ നോക്കി നടത്തേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഈ പശുക്കളും ആടുകളും കാച്ചിലിന് വളവിടലും തേങ്ങയുടെ കണക്ക് ഞാനിവിടെ ഇല്ലേ പിന്നെ അതൊക്കെ അമ്മയില്ലേ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോഴീ വീട് 4 ദിവസം ജോലി കണ്ടില്ലെങ്കിൽ ചെതല പഴയ തടിയും വെച്ചുമൊക്കെയാ. അത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഈ പറയുന്ന പോലെ പഴയ വീടാ,
എന്നാ ഇരുന്ന് പൊളിയാൻ തുടങ്ങുന്നത് പറയാൻ പറ്റാത്ത അവസ്ഥയാ. തീരെ വീഴുന്നുള്ള സ്റ്റേ എത്തുന്നതിന് മുമ്പ് വേണേൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റി അങ്ങനെയും ചെയ്യാവുന്നതേ ഉള്ളൂ. നാരായണൻകുട്ടി ഇത് വല്ലതും കേട്ടായിരുന്നോ? ആ ഇവിടെ മിക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നേ. ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. ആണോടാ? ആ ഏതാണ്ടെല്ലാം പറഞ്ഞു. അപ്പോ നീയും കൂടെ അറിഞ്ഞോണ്ടാണോ എന്നോട് ഇത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം, അതിന് ഈ വീട് കൊടുത്താലോ എന്നവൻ എന്നോട് ചോദിച്ചു. അവന്റെ ഷെയറിലാ വീട്. എനിക്കത് ഈ തലയിടാനൊക്കെ ഇല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാകില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ആളും സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. എല്ലാരും കൂടെ വന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതിനാരും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാ വീടും പറമ്പും ഗോപന്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. അക്കാര്യം മറ്റുള്ളവർ തീരുമാനിച്ചോളൂ. ചേട്ടത്തി എന്താ ഈ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ? ആതുരാലയത്തിൽ ഒരുപാട് രൂപ കൊടുത്ത് മേടിച്ച സീറ്റ് വെറുതെ കളയണ്ട. ബിന്ദുവിന്റെ അമ്മ അച്ഛനൊക്കെ പ്രായമായിരിക്കല്ലേ, അവർക്കാർക്കെങ്കിലും കൊടുത്തേരും അവിടുത്തെ സുഖവും കംഫർട്ട്സും. അമ്മയെ ഞങ്ങൾ കൊണ്ടുപോവാ. അതിപ്പോ അമ്മ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ വേറെ ആരും അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട. മതി.